ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി സൂചിപ്പിച്ച മൊസൈക് ഡിഫൻസ് എന്നത് ഇറാന്റെ സൈനിക തന്ത്രങ്ങളിലെ ഏറ്റവും നിർണായകമായ ഒരു മാറ്റമാണ്. മൊസൈക് ഡിഫൻസ് എങ്ങനെയാണ് യുദ്ധത്തിൽ പ്രവർത്തിക്കുന്നതെന്നും ഇതിന്റെ പ്രധാന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. എന്താണ് മൊസൈക് ഡിഫൻസ്? ഒരു ഭരണകൂടത്തിന്റെ തലയെന്ന നേതൃത്വത്തെ വെട്ടിവീഴ്ത്തിയാലും ഉടൽ എന്ന സൈന്യം തളരാതെ പോരാടുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. 2003-ൽ അമേരിക്ക ഇറാഖിനെ വെറും ദിവസങ്ങൾ കൊണ്ട് കീഴടക്കി. കാരണം സദ്ദാം ഹുസൈൻ വീണതോടെ ഇറാഖ് സൈന്യം തകർന്നു. ഇത് കണ്ട് ഇറാൻ പഠിച്ച പാഠമാണ് മൊസൈക് ഡിഫൻസ്. ഭരണകൂടം തകർന്നാലും രാജ്യം മുഴുവൻ ചിതറിക്കിടക്കുന്ന സൈനിക യൂണിറ്റുകൾ സ്വന്തം നിലയിൽ യുദ്ധം തുടരും. ഇറാൻ തങ്ങളുടെ സൈന്യത്തെ 31 സ്വതന്ത്ര യൂണിറ്റുകളായി തിരിച്ചിരിക്കുന്നു. ഓരോ പ്രവിശ്യയ്ക്കും സ്വന്തം ആസ്ഥാനം, സ്വന്തം കമാൻഡർ, സ്വന്തം ആയുധശേഖരം. ടെഹ്റാനുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ പോലും ഓരോ യൂണിറ്റും സ്വന്തം നിലയിൽ ശത്രുവിനെ പ്രത്യാഘാതനം നടത്തും. മിസൈലുകളും ഡ്രോണുകളും ഒരിടത്തല്ല, രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഭൂഗർഭാറകളിലാണ്. ഒന്നിനെ തകർത്താൽ 100 എണ്ണം ഉയർത്തെഴുന്നേൽക്കും. നേതൃത്വമില്ലാതായാലും ഓരോ പോരാളിക്കും എന്തു ചെയ്യണമെന്ന് നേരത്തെ തന്നെ അറിയാം. ഇതാണ് ഇറാന്റെ അസിമെട്രിക് വാർഫെയർ. വലിയ വിമാനക്കപ്പലുകൾക്കെതിരെ ആയിരക്കണക്കിന് ചെറിയ ഡ്രോണുകളും ബോട്ടുകളും ഉപയോഗിച്ച് ഇറാൻ കടലിനെ ഒരു അഗ്നിപർവ്വതമാക്കും. ഇനി ഇറാന്റെ മണ്ണിലേക്ക് ശത്രു പാലുകുത്തിയാൽ ഓരോ ഗ്രാമത്തിലും അവരെ കാത്തിരിക്കുന്നത് പ്രാദേശിക ഗറില്ല പോരാളികളായിരിക്കും. കടന്നുവരാൻ എളുപ്പമാണ്, പക്ഷേ തിരിച്ചുപോകാൻ ഇറാൻ അനുവദിക്കില്ല. ഇതൊരു പത്മവ്യൂഹമാണ്. ശത്രു സൈന്യം അകപ്പെട്ടാൽ പുറത്തുകടക്കാൻ പറ്റാത്ത ചതിക്കുഴി. ഇറാന്റെ ലക്ഷ്യം ശത്രുവിനെ സാമ്പത്തികമായും മാനസികമായും തകർക്കുകയെന്നതാണ്. യുദ്ധം നീണ്ടുപോകുന്തോറും ശത്രു കൂടുതൽ ദുർബലമാകും. പർവ്വതങ്ങളും കടലുകളും മണിലാരണ്യങ്ങളും ഇറാനായി പോരാടും. 2026-ലെ ഈ സംഘർഷങ്ങളിൽ തങ്ങളുടെ മണ്ണും ആത്മബഹുമാനവും സംരക്ഷിക്കാൻ ഇറാൻ ഒരുക്കിയ ഈ മഹാപ്രതിരോധത്തെ തകർക്കാൻ കഴിയില്ല. സ്വന്തം രാജ്യത്തിനു വേണ്ടി പോരാടുന്നത് ഓരോ ഇറാൻകാരനും അഭിമാനമാണ്. എന്നാൽ എന്തിനാണ് യുദ്ധം ചെയ്യുന്നതെന്നറിയാത്ത അമേരിക്കൻ സൈനികരുടെ കഥ അതല്ല. ഏതൊരു സൈന്യത്തിന്റെയും മൊറാൽ യുദ്ധത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇറാന്റെ നേതൃത്വം ബങ്കറുകളിൽ ഒളിക്കാത്തതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.